Next question number 6. Check whether the set of all integers is a vector space or not. ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാണ്. എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റിജർ ആണോ? എയും ബി ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റിജർ ആയിരിക്കും. അപ്പം ക്ലോസ്ഡ് അണ്ടർ അഡീഷനാണ്. അപ്പം ക്ലോസ്ഡ് അണ്ടർ അഡീഷനാണ്. എയും ബിയും ഇൻറ്റിജർ ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റിജർ ആയിരിക്കും. ഇനി സി ഒരു റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. സി അല്ലെങ്കിൽ സി ബി എ സ്കെയിലർ, എ ഒരു ഇൻറ്റിജർ, സി ഒരു സ്കെയിലർ ആണ്, അതൊരു റാഷണൽ നമ്പർ, ഒരു റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. ആർ ഒരു റിയൽ നമ്പർ സി. അങ്ങനെയാണെങ്കിൽ സി ഒരു റിയൽ നമ്പർ, സി ഇൻറ്റു എ ഒരു ഇൻറ്റിജർ, സി ഒരു റിയൽ നമ്പർ ആണെങ്കിൽ സി ഇൻറ്റു എ ഒരു ഇൻറ്റിജർ ആകണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ സി 1/2 ആണെന്ന് എടുക്കുക, 1/2 ആയിട്ട് സി എടുക്കുക, എ 1 ആയിട്ട് എടുക്കുക. അപ്പം എ ഇൻറ്റിജർ ആണ്, സി ഒരു റിയൽ നമ്പർ ആണ്, സി ഇൻറ്റു എയോ 1/2 ആണ്, അതൊരു ഇൻറ്റിജർ അല്ല. അപ്പം എന്തായാലും ക്ലോസ്ഡ് അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് തെറ്റാണ്. ക്ലോസ്ഡ് അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് തെറ്റാണ്. എപ്പോൾ നമ്മൾ ഈ സി എന്ന് പറയുന്ന എലമെന്റ് ഒരു റിയൽ നമ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇനി സി റാഷണൽ നമ്പർ ആയിട്ട് എടുത്താലോ, എന്നാലും സി ഈക്വൽ ടു 1/2 ഒരു റാഷണൽ നമ്പറാണ്, എന്നാലും ഇത് ഫെയിലാണ്. അപ്പോൾ എന്താണ് ഇത്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഇസ് നോട്ട് എ വെക്ടർ സ്പേസ്. നമ്മൾ ഫീൽഡ് റിയൽ നമ്പേഴ്സോ റാഷണൽ നമ്പേഴ്സോ എടുത്താൽ, ഫീൽഡ് നമ്പർ റിയൽ നമ്പേഴ്സോ റാഷണൽ നമ്പേഴ്സോ എടുത്താൽ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ ഒരു റിയൽ നമ്പർ ഒരു ഇൻറ്റിജർ കിട്ടണമെന്നില്ല. അടുത്ത് ഷോ ദാറ്റ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ ഈസ് നോട്ട് എ വെക്ടർ സ്പേസ്. അതാണ് ഇപ്പം പി എക്സ് ഒരു ഡിഗ്രി എൻ ആണ്, കൃത്യം എൻ, ഡിഗ്രി എൻ ലെസ് ദാൻ എൻ അല്ല, ഡിഗ്രി എൻ. അപ്പോൾ ഈ എ എൻ 0 ആകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എൻ എക്സ് പവർ എൻ ഉണ്ടാവും. ക്യു എക്സ് വേറൊരു ഡിഗ്രി ഒരു പോളിനോമിയലാണെന്ന് വെച്ചാൽ ഡിഗ്രി എൻ. അപ്പം പി എക്സിന്റെ ഡിഗ്രി എ എൻ എക്സ് പവർ എൻ ഉണ്ട്, ക്യു എക്സിന്റെ ബി എൻ എക്സ് പവർ എൻ ഉണ്ട്. എ എന്നും ബി എന്നും നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ പി എക്സ് പ്ലസ് ക്യു എക്സ് എന്ത് ഡിഗ്രി ആകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്ത് ഡിഗ്രി? ഇതാ പി എക്സ് പ്ലസ് ക്യു എക്സ് ഇതാണ്. ഇത് എന്ത് ഡിഗ്രി ആകും? എ എൻ പ്ലസ് ബി എൻ 0 ആകാത്ത കേസിൽ എന്ത് ഡിഗ്രി ആകും? പക്ഷേ പി എൻ പ്ലസ് ക്യു എൻ, എ എൻ പ്ലസ് ബി എൻ ചിലപ്പോൾ 0 ആയി പോകാം. അപ്പോൾ അത് ഡിഗ്രി എൻ ആവില്ല. അപ്പം ഈ കണ്ടീഷൻ ഫെയിൽ ആവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് പി എക്സ് സെക്കൻഡ് ഡിഗ്രിയാണ്, ഇതും ക്യു എക്സ് സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പം പി എക്സ് പ്ലസ് ക്യു എക്സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ x² മൈനസ് x² ചെയ്യുമ്പോൾ അത് 2x + 1 ആണ്, ഡിഗ്രി 1 ആണ്. അപ്പം പി എക്സും ക്യു എക്സും എന്ത് ഡിഗ്രി ആണെങ്കിൽ പി എക്സ് പ്ലസ് ക്യു എക്സ് സ്ട്രിക്ട്ലി എന്ത് ഡിഗ്രി ആകണമെന്ന് നിർബന്ധമില്ല. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ഓഫ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഈസ് എ വെക്ടർ സ്പേസ്. എന്നോ എന്നിൽ താഴെയുള്ള പോളിനോമിയലിൻ്റെ സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. പക്ഷേ ഇത് സെറ്റ് ഓഫ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ, ഡിഗ്രി എക്സാക്ട്ലി എൻ ഈസ് നോട്ട് എ വെക്ടർ സ്പേസ്. നമ്മളിപ്പോൾ പറഞ്ഞു രണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്താൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആവും. സെക്കൻഡ് ഡിഗ്രി ആകണമെന്നില്ല, എക്സാക്റ്റ് ആയിട്ട് 2 കിട്ടണമെന്നില്ല. അത് നമ്മൾ അഡീഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഇതെന്താ? ഇത് കിട്ടാനുള്ള 2 കാരണം പറയാം. ഫെയിലിയർ ഓഫ് ക്ലോഷർ അണ്ടർ അഡീഷൻ. 2 എന്ത് ഡിഗ്രി പോളിനോമിയൽ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ഡിഗ്രി പോളിനോമിയൽ ആകണമെന്നില്ല. ഇനി സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും കിട്ടണമെന്നില്ല. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഒരു എന്ത് ഡിഗ്രി പോളിനോമിയൽ എടുത്തു, എന്ത് ഡിഗ്രി പോളിനോമിയൽ, ഇതാണ് ഇത് എന്ത് ഡിഗ്രി പോളിനോമിയൽ. അതിനെ നമ്മൾ 0 ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 0 × പി എക്സ് എന്താ 0. ഇതൊരു എന്ത് ഡിഗ്രി പോളിനോമിയൽ, അത് 0 ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഒരു എന്ത് ഡിഗ്രി പോളിനോമിയലിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ സ്കെയിലർ 0 ആയിട്ട് എടുത്താൽ സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്ത് ഡിഗ്രി പോളിനോമിയൽ ആകണമെന്നില്ല. അതാണ് ഒരു എന്ത് ഡിഗ്രി പോളിനോമിയൽ പി എലമെന്റ് എസ് 0p എസിലെ എലമെന്റ് അല്ല, ആകണമെന്ന് ആയില്ല. അപ്പോൾ എന്ത് ഡിഗ്രി പോളിനോമിയലിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു എന്ത് ഡിഗ്രി പോളിനോമിയൽ ആകണമെന്ന് നിർബന്ധമില്ല.
ദ സെറ്റ് ഓൾസോ ഫെയിൽ ക്ലോസ്ഡ് അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനിലും ഫെയിലാകുന്നു, ക്ലോസ്ഡ് അണ്ടർ സ്കെയിലർ അഡീഷനിലും ഫെയിലാകുന്നു. ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഡിറ്റർമിൻ വെദർ ദ സെറ്റ് ആർ സ്ക്വയർ ഓഡേഡ് പെയർ വിത്ത് ഓപ്പറേഷൻ x1 y1 പ്ലസ് x2 y2 ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെയല്ല, x1 x2 y1 y2 ആണ്. സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് സാധാരണ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇത് വെക്ടർ സ്പേസ് ആണെന്ന് നോക്കണ്ടേ. ഇതാ വെക്ടർ ആഡ് ചെയ്യുന്നത് കണ്ടോ, ഇത് രണ്ടും കൂടെ വെക്ടർ ആഡ് ചെയ്യുന്നത് x1 x2 y1 y2. അപ്പോൾ ഇത് രണ്ട് ഓഡേഡ് പെയറാണ്. ഈ രണ്ട് ഓഡേഡ് പെയർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഓഡേഡ് പെയർ. ഒരു സ്കെയിലർ കൊണ്ട് ഒരു ഓഡേഡ് പെയറിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതോ അത് ഒരു ഓഡേഡ് പെയർ. അപ്പം ഇത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ക്ലോഷറാണ്, അഡീഷനും ക്ലോഷറാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വെക്ടർ സ്പേസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് നോക്കുന്നത്. ഇതണ്ട യു വി. അപ്പോൾ യു പ്ലസ് വി എന്താണ്? ഒരു ഓഡേഡ് പെയറാണ്, ആർ സ്ക്വയർ എലമെന്റ് ആണ്. അതുകൊണ്ട് ക്ലോഷർ അണ്ടർ അഡീഷൻ. ഇനി കമ്മ്യൂട്ടേറ്റീവ് അഡീഷൻ നോക്ക്. യു പ്ലസ് വി, ഇതാണ് യു പ്ലസ് വി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇതെല്ലാം തിരിച്ചിട്ടു, അപ്പം വി പ്ലസ് യു കിട്ടി. അപ്പോൾ എന്താ കമ്മ്യൂട്ടേറ്റീവ് അഡീഷൻ ഉണ്ട്. ഇനി അസോസിയേറ്റീവ് അഡീഷൻ, യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. അതും കിട്ടും. അത് നിങ്ങൾ ചെയ്തു നോക്കണം, അതും കിട്ടും. ഇനി അഡിറ്റീവ് ഐഡന്റിറ്റിയോ 1 ആണ്, 1 1 ആണ്. ഇതാ x1 യു പ്ലസ് 1 1. അപ്പം x1 1 അത് x1 തന്നെയാണ്. y1 1 അത് y1 തന്നെയാണ്. അപ്പം ഇവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്താ? അഡിറ്റീവ് ഐഡന്റിറ്റി 1 ആണ്, 1 1 ആണ്. അത് മാറിപ്പോകരുത്. ഇതാ 1 1 ആണ്, അതിനെ 1 എന്ന് വിളിക്കുന്നത്. ഇത് അഡിറ്റീവ് ഐഡന്റിറ്റി. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടണം. അപ്പം എക്സ് വൈയുടെ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കണം? എക്സ് ഇൻവേഴ്സ് വൈ ഇൻവേഴ്സ് ആണ്. അത് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? എക്സ് ഇൻവേഴ്സ് 1 ആയിരിക്കും, വൈ ഇൻവേഴ്സ് 1 ആയിരിക്കും. പക്ഷേ ഈ എക്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നപ്പോഴാ എക്സിന് എക്സ് ഇൻവേഴ്സ് 1/x എക്സിസ്റ്റ് ചെയ്യുന്നപ്പോഴാ എക്സ് നോട്ട് ഈക്വൽ ടു 0, വൈ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിക്കഴിഞ്ഞാൽ എന്തില്ല? അതിന് അഡിറ്റീവ് ഇൻവേഴ്സ് ഇല്ല, അഡിറ്റീവ് ഇൻവേഴ്സ് ഇല്ല. എവരി വെക്ടർ മസ്റ്റ് ഹാവ് ആൻ അഡിറ്റീവ് ഇൻവേഴ്സ്. എല്ലാ വെക്ടറിനും അഡിറ്റീവ് ഇൻവേഴ്സ് വേണം. ഏതെങ്കിലും ഒരു ആ വെക്ടറിൽ എക്സോ വൈയോ 0 ആയി കഴിഞ്ഞാൽ ഡസ് നോട്ട് ഹാവ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇതാ ഈ വെക്ടറിന് ഇൻവേഴ്സ് ഇല്ല. 0 1ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കണം? 0 1ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കണം? 1/0യും 1/1ഉം ആണ്. ഈ 1/0 എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് എന്തല്ല? അഡിറ്റീവ് ഇൻവേഴ്സ് ഇല്ല, അഡിറ്റീവ് ഇൻവേഴ്സ് ഇല്ല. ഇനി ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ഇതാ എക്സ് വൈ എന്ന് പറയുന്ന ഓഡേഡ് പെയറിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം കിട്ടുന്ന ഇതും ഒരു ഓഡേഡ് പെയറാണ്. അപ്പം ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി അടുത്തത് നോക്കുക, സ്കെയിലാർ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ വെക്ടർ അഡീഷൻ. ഇതാണ്. അപ്പോൾ സി ഇൻറ്റു യു പ്ലസ് ബി ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യണം. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ LHS നോക്കുക, LHS നോക്കുക. ഇതാ LHS എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടി, ഇത് കിട്ടി, ഓക്കെ. LHS. ഇനി RHSO ഇതൊന്നും എടുത്ത് നോക്കാം. സി ഇൻറ്റു x1 y1 പ്ലസ് സി ഇൻറ്റു x2 y2 സി x1 സി y1 ഇത് കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, ഇതിനെ ഇതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് കിട്ടും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ എന്താ? ഇതിവിടെ സി സ്ക്വയർ വന്നു, x1 x2. ഇവിടെയോ? ഇവിടെയും ഈ രണ്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ സി സ്ക്വയർ വന്നു, x1 x2. അപ്പോൾ എന്ത് കിട്ടി? ഇത് രണ്ടും തുല്യമല്ല, ഇത് രണ്ടും തുല്യമല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് ഇത് ഈക്വൽ ആകുന്ന എപ്പോഴാ? ഒന്നുകിൽ സി 0 ആയിരിക്കണം, അല്ലെങ്കിൽ സി 1 ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവില്ല. അപ്പം LHSഉം RHSഉം തുല്യമല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് എന്തല്ല? ഈ സ്കെയിലർ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഇത് ഫെയിൽ ആകുന്നു. അടുത്ത് സ്കെയിലർ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ സ്കെയിലർ അഡീഷൻ.
സ്കെയിലർ അഡീഷൻ ആണ്. നമ്മൾ നേരത്തെ നോക്കിയത് വെക്ടർ അഡീഷൻ, ഇനി സ്കെയിലർ അഡീഷൻ. അപ്പം നമ്മൾ സ്കെയിലർ അഡീഷനാണ് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ LHS എടുത്തു, അപ്പോൾ അത് കിട്ടി. RHS എടുത്തു, RHS ഇത് രണ്ടും ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക വേണ്ടത്. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? CD(x², CD(y²) കിട്ടി. അത് മുകളിലുള്ളതല്ല. അപ്പോൾ LHS ഇതാണ് കിട്ടിയത്, RHS ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും തുല്യമല്ല, ഇത് രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിയും ഇതിലില്ല. അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അസോസിയേറ്റീവ് ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ കിട്ടി. അത് നമ്മൾ സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ അസോസിയേറ്റ് അപ്പോൾ ഉണ്ടോ C(dxy) ഇത് കിട്ടി. അപ്പം C(dxy) CD(xy) അപ്പോൾ അസോസിയേറ്റീവ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ദെൻ സ്കെയിലർ ഐഡന്റിറ്റി 1(xy) അതെന്താണ്? XY തന്നെയാണ്. അപ്പോൾ സ്കെയിലർ ഐഡന്റിറ്റി ഉണ്ട്. പക്ഷേ മറ്റ് 2-3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഈ സ്ട്രക്ചർ എന്തല്ല? നോട്ട് എ വെക്ടർ സ്പേസ്. ഇതൊരു വെക്ടർ സ്പേസ് അല്ല.